നമസ്കാരം. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി തൻ്റെ ജനത്തോട് ക്രൂരത കാട്ടിയ ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്നായിരുന്നു ആ പ്രതിജ്ഞ. അന്ന് അദ്ദേഹം ഈ പ്രതിജ്ഞ എടുത്ത ഘട്ടത്തിൽ ഒരു നേതാവിൻ്റെ വൈകാരിക പ്രതികരണമായിരിക്കും ഇതെന്നായിരുന്നു പൊതുവെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ പിന്നീട് കരയുന്ന അവസ്ഥയുണ്ടായി. ഹമാസ് നേതൃത്വത്തിലെ പ്രമുഖരെ എല്ലാം തന്നെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരിൽ പലരും ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ പുതിയ സായുധ വിഭാഗം മേധാവിയും മുഹമ്മദ് ഒദയെയും ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ്. മുൻ മേധാവി ഇസുദ്ദീൻ അൽ ഹദാദ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഒദയ് ചുമതലയേറ്റിരുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഒദയ്. അന്ന് ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗ മേധാവിയായിരുന്നു ഇയാൾ. ചൊവ്വാഴ്ച രാത്രി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഒദയെ വധിച്ചതെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും 12 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഒദയുടെ മരണം ബുധനാഴ്ച രാവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ഥിരീകരിച്ചു. അതേസമയം ഒദയ കൊല്ലപ്പെട്ടതായി ഹമാസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇയാൾ ഭാര്യയോടും മക്കളോടുമൊപ്പം കൊല്ലപ്പെട്ടതായി ഹമാസ് അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒദയുടെയും ഇയാളുടെ സഹായികളുടെ നീക്കങ്ങൾ മാസങ്ങളോളം ഇന്റലിജൻസ് നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇയാൾ ഒളിത്താവളങ്ങളായി ഉപയോഗിച്ചിരുന്ന ഗസ സിറ്റിയിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കാളിയായ മറ്റൊരു ഹമാസ് ഭീകരന്റെ സമീപത്തുള്ള അപ്പാർട്ട്മെന്റും ഇസ്രായേൽ തകർത്തു. ഹമാസിന്റെ രഹസ്യാന്വേഷണത്തിന്റെ ബുദ്ധികേന്ദ്രമാണ് മുഹമ്മദ് ഒദയ്. 1974 വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇയാൾ ജനിക്കുന്നത്. 1987 ഒന്നാം ഇൻതിഫാദ കാലത്താണ് ഒദയ് ഹമാസിന്റെ പ്രവർത്തകനാകുന്നത്. ഇസ്രായേലിനെതിരെ ഫലസ്തീൻകാർ നടത്തിയ ആക്രമണങ്ങളാണ് ഇൻതിഫാദ എന്നറിയപ്പെടുന്നത്. ആദ്യം ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ മജ്ദ് യൂണിറ്റിലെ അംഗമായി ഇയാൾ 2000 രണ്ടാം ഇൻതിഫാദ സമയത്ത് ഖസാം ബ്രിഗേഡിൽ ചേർന്നു. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും ഇയാൾ സമർത്ഥനായിരുന്നു. ഹമാസിന്റെ രഹസ്യാന്വേഷണ സംഘത്തിന്റെ തലവനായ ശേഷം ഇസ്രായേലിനെതിരായ സായുധ നീക്കങ്ങളിലടക്കം ഇയാൾ നിർണായക പങ്ക് വഹിച്ചു. 2017 മുതൽ 2019 വരെ നോർത്തേൺ ബ്രിഗേഡിന്റെ കമാൻഡറുമായി. ഒക്ടോബർ 7 ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പിന്നീട് യുദ്ധത്തിലുടനീളം ആക്രമണങ്ങളും ഇന്റലിജൻസ് പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നതും ഇയാളാണെന്നും IDF പറയുന്നു. ഒക്ടോബർ 7 കൂട്ടക്കൊല ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളികളായ ഹമാസിൽ അവശേഷിക്കുന്ന അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഇയാൾ. ഒഴിയെ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിൻ്റെതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഹമാസിന്റെ മുൻ നേതാക്കളായ മുഹമ്മദ് ദൈഫ്, മുഹമ്മദ് സിൻവർ എന്നിവർ വധിക്കപ്പെട്ടതിനു ശേഷം ഹമാസിന്റെ സംഘടനാ സംവിധാനം പുനഃക്രമീകരിക്കാൻ ഇയാൾ അൽ ഹദാദുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. 2025 മെയിൽ സിൻവർ വധിക്കപ്പെട്ടതിനു ശേഷം ഇസ്ഉദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഒരേ ആദ്യം സമീപിച്ചിരുന്നെങ്കിലും ഇയാൾ അത് നിരസിക്കുകയായിരുന്നു. ഇയാളെ വധിച്ചെങ്കിലും കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ തുടർന്നും വേട്ടയാടുമെന്നാണ് നെതന്യാഹുവും കാറ്റ്സും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വൈകിയാലും ശരി ഇസ്രായേൽ അവരെയെല്ലാം തന്നെ പിടികൂടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. ഗസയിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒക്ടോബർ 7 പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയുള്ള തങ്ങളുടെ നീക്കങ്ങൾ ഇസ്രായേൽ തുടരുകയാണ്. ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ ഫലസ്തീനികളുടെയും ഒരു പട്ടിക ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിലുള്ള ഓരോരുത്തരെയും വധിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും കഴിഞ്ഞ ആഴ്ച വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.